സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള സ്വാഗതവും സ്നേഹവന്ദനവും ആദ്യം തന്നെ അറിയിക്കട്ടെ. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം നമുക്ക് വായിച്ച് പ്രാർത്ഥനയോടെ ദൈവസ്വരം ശ്രവിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം സങ്കീർത്തനം 22 വാക്യം 1. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 22-ാം സങ്കീർത്തനം നോമ്പുകാല ചിന്തകളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് 7 മൊഴികളിൽ ഒരു മൊഴിയായി നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു തിരുവചനം കൂടിയാണ്. അതിലുപരിയായി ദാവീദിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം ആണ് 22-ാം സങ്കീർത്തനം. എന്നെ കൈവിട്ടതെന്ത് എന്ന ഈ ദാവീദിൻ്റെ ചോദ്യം മറ്റൊരു സങ്കീർത്തനത്തിൽ അവൻ്റെ ജീവിത യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നതിൻ്റെ നേർചിത്രമാണ്. അവിടെ പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ കാത്തുകൊള്ളും. ഇത് ഒരു നിലവിളിയാണ്. കൈവിട്ട അവസ്ഥയിൽ, അഥവാ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും വേണ്ടപ്പെട്ടവരും ചാർച്ചക്കാരും സ്നേഹിതരും എല്ലാവരും കൈവിട്ട അവസ്ഥ. എന്നാൽ ഇതിലുപരിയായി ഇവിടെ നാം ധ്യാനിക്കുന്നത് ദൈവം കൈവിട്ട അവസ്ഥയെക്കുറിച്ചാണ്. ഒരുപക്ഷെ നാം ആശ്രയിക്കുന്ന, നമ്മോട് കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കൈവിടുമ്പോഴും നാം പലപ്പോഴും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇവിടെ ദൈവം കൈവിട്ടതെന്തെന്ന് ചോദിക്കേണ്ട പരിതാപകരമായ അവസ്ഥയിലാണ് ഈ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങുന്നത്. സൃഷ്ടാവ് സൃഷ്ടിയെ കൈവിടുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ദാവീദ് ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കുവാൻ കാരണമായത്? ഇത് അഥവാ 22-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യം ദൈവം മനുഷ്യനെ കൈവിട്ടതിനെക്കുറിച്ചല്ല, പ്രത്യുത ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ, അഥവാ രക്ഷകനെ സ്വർഗത്തിലെ ദൈവം കൈവിട്ടതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ നിലവിളി കേൾക്കാതെ യേശുവിനെ കൈവിട്ടത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടു കൂടിയാണ് ഈ ചെറു സന്ദേശം അവസാനിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം മാനവരാശിയെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനായാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശുവിനെ കാൽവരിയിൽ മരിക്കുവാൻ വിട്ടുകൊടുക്കുന്നത് വഴി മാനവരാശിക്ക് ജീവൻ്റെ കവാടം തുറക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി.
അതിനായി സ്വർഗത്തിലെ ദൈവം അഥവാ യഹോവയായ ദൈവം, പിതാവായ ദൈവം യേശുവിനെ ഇതാ മരണത്തിനും അതുപോലെ പാതാളത്തിനും വിട്ടുകൊടുക്കുകയായിരുന്നു. ഒരുപക്ഷെ മരണവും പാതാളവും ഭേദിച്ച് അവൻ അഥവാ യേശു മൂന്നാം ദിനം പുറത്തു വരുമെങ്കിലും ഇപ്രകാരം ഒരു കൈവിടപ്പെടൽ, ഒരു ഉപേക്ഷിക്കൽ അനിവാര്യമായിരുന്നു. എന്തിനായിരുന്നു എന്നോ, എന്നെയും നിങ്ങളെയും സ്വർഗത്തിൽ സ്വീകരിക്കുവാൻ. ആമേൻ, ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിൽ